കോൺഗ്രസിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാകാനുള്ളവരുടെ തിരക്ക് കൂടി വരികയാണ്. ഇപ്പോൾ VM സുധീരനടക്കം മത്സരരംഗത്തേക്ക് വരുന്നുവെന്നാണ് കേൾക്കാൻ കഴിയുന്നത്. അദ്ദേഹം അതിനുള്ള കരുക്കൾ നീക്കിക്കഴിഞ്ഞു. ആലപ്പുഴയിൽ മത്സരിക്കാനൊക്കെ അദ്ദേഹം തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അധികാരം കിട്ടാൻ ഏറ്റവും ഒരു ചാൻസ് ഉള്ളൊരു സമയമാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഭരണവിരുദ്ധ വികാരമുണ്ട്, അതോടൊപ്പം ഒത്തിരി പ്രശ്നങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രണ്ടാം ഭരണം ലഭിച്ചതുപോലെ ഒരു മൂന്നാം ഭരണത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കിറ്റും പെൻഷനും ഒന്നും കൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം പിണറായി വിജയനും സംഘവും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിക്കായുള്ളൊരു അടിയും അധികാര വടംവലിയും ഗ്രൂപ്പ് വഴക്കുമൊക്കെ ഒരു കോൺഗ്രസിനെ പിന്നോട്ടടിക്കില്ലേ? തീർച്ചയായിട്ടും പിന്നോട്ടടിക്കും. കാരണം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 1970 ആണ് ഈ യുവജനങ്ങളുടെ ഒരു വലിയ തള്ളിക്കയറ്റം ഈ തിരഞ്ഞെടുപ്പിലുണ്ടായത്. അന്നാണ് ഈ AK ആന്റണി, പിന്നെ ഒരുപാട് ആളുകൾ, ഉമ്മൻചാണ്ടി, AK ആന്റണി, കൊട്ടറ ഗോപാലകൃഷ്ണൻ, പിന്നെ അങ്ങനെ കുറേയേറെ പേര് മുമ്പിലേക്ക് വരികയും അങ്ങനെയാണ് അധികാര സ്ഥാനത്തേക്ക് കോൺഗ്രസ് 67 ഏതാണ്ട് തകർന്ന് 9 സീറ്റിലായിട്ട് ഒതുങ്ങിയ കോൺഗ്രസ് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയത് അങ്ങനെ ഒരു യുവാക്കളുടെ നേതൃത്വത്തിലാണ്. ഇപ്പോഴത്തെ സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു യുവജന മുന്നേറ്റമാണ് കോൺഗ്രസിൽ ഉണ്ടാക്കാൻ കോൺഗ്രസിലെ പ്രബലമായ വിഭാഗം ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ ഇങ്ങനെ അടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പ് അവരിങ്ങനെ തള്ളിക്കയറി നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അവരെ അങ്ങനെ അതൊരു ഒരു പ്ലസ് പോയിൻ്റാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് നമുക്ക് പറയേണ്ടി വരിക. അപ്പോൾ ആ അവസരത്തിൽ പരാജയപ്പെടുത്തുന്നതിൽ തന്നെ കോൺഗ്രസ് അവരുടെ ചില ഗ്രൂപ്പ് മത്സരം കൊണ്ട് അവർ സ്വയം പരാജയപ്പെടുത്തിയെങ്കിലേ ഉള്ളൂ. ഭരണത്തിനെതിരായ ഒരു വികാരം തീർച്ചയായിട്ടും നിലവിലുണ്ട്, അത് നമുക്കറിയുകയും ചെയ്യാം. അങ്ങനെയാണ്. അപ്പോൾ അതിനിടയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞതുപോലെ 70കളിൽ ഉണ്ടായത്. അങ്ങനെ മാറ്റം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് കോൺഗ്രസിൽ കരുണാകരൻ തന്നെ ശക്തനായി തീർന്നത്. ഏറ്റവും ശക്തനായി തീർന്നത് അങ്ങനെയാണെന്നാണ്. പക്ഷേ ഈ AK ആന്റണിയും കരുണാകരനും 2 ഗ്രൂപ്പായി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ പോലും ചില സമവായങ്ങളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണ് അവർ ഒരുപാട് വർഷക്കാലം വളരെ ശക്തമായ 2 ഗ്രൂപ്പുകളായിരുന്നു. അതായത് കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ചു 2 ഗ്രൂപ്പുകൾ എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല വരെ അത് നിലനിർത്താൻ കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്നൊരു പ്രവണത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഗ്രൂപ്പ് ആവുകയാണ്. ഇപ്പം സതീശനൊരു ഗ്രൂപ്പ്, ചെന്നിത്തലയ്ക്ക് മറ്റൊരു ഗ്രൂപ്പ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ശശി തരൂരിന് പോലും ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും KC വേണുഗോപാലിനൊരു ഗ്രൂപ്പാണ്. ഇവരെല്ലാവരും ഇപ്പോൾ ഇതിനകത്ത് ഈ നമുക്കറിയാം പ്രതിപക്ഷ നേതാക്കൾക്ക് എപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം അടുത്തതാകുമോ എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ട്. അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട്, അങ്ങനെ ഒരു തോന്നലുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രമേശ് ചെന്നിത്തല നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു, ഇത്തവണ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം മുഖ്യമന്ത്രി പദകാംക്ഷിയാണെന്ന് നമുക്ക് 100% കൃത്യമായിട്ട് അറിയാം. VD സതീശനും അങ്ങനെ തന്നെയാണ്. സതീശനാണ് കൃത്യമായ ചില നിലപാടുകളിലൂടെ തന്നെ മേൽക്കോയ്മ ഉറപ്പിക്കാൻ ഒരു വലിയ പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനുമായുള്ള പ്രശ്നം അദ്ദേഹം ഉറപ്പിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 100 സീറ്റിൽ കൂടുതൽ ലഭിച്ച് ഇല്ലെങ്കിൽ പിന്നെ താൻ രാഷ്ട്രീയ വനവാസം സ്വീകരിക്കുമെന്ന് പറയാം. അപ്പോൾ അതൊക്കെ അംഗീകരിക്കപ്പെടുന്ന നിലപാടുകളാണ് അണികളുടെ ഇടയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിരിക്കുകയാണ്. പക്ഷെ അവിടെ ഇപ്പോഴും ഈ പോര് കനത്തതുകൊണ്ട് ശശി തരൂരും മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ് ലക്ഷ്യപ്പെട്ടതെന്ന് അദ്ദേഹം ഭംഗ്യന്തരേണ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഒരു പുതിയ സംവിധാനം ഉണ്ടായെങ്കിൽ മാത്രമേ കോൺഗ്രസിന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനിടയിലാണ് ഈ പഴയ ജലതാപ്പാനകൾ എന്ന് പറയുന്നവർ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കണ്ടം ചെയ്ത വണ്ടികളെന്ന് പറയേണ്ടി വരും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരുടെ ഒന്നും കഴിവിനെ നമ്മൾ കുറച്ചാക്കിക്കൊണ്ടല്ല ഇത് പറയുന്നത്. അങ്ങനെയാണ് അവരൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉള്ള തയ്യാറെടുപ്പിലൂടെ ഭൈമി കാവുന്മാരെ രംഗത്ത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും VM സുധീരനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹമൊക്കെ ഈ പ്രവർത്തിച്ച കാലത്തും ഒക്കെ തികഞ്ഞ് തിളങ്ങിയ ആൾക്കാരാണ്. അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടില്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടില്ല. 77ലാണ് അദ്ദേഹം ഈ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ KSU പ്രസിഡന്റ് സ്ഥാനവും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനവും കഴിഞ്ഞ് ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് 1977 അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹമാണ് ഈ തീരദേശ റെയിൽവേ എന്ന് പറയുന്നത് വളരെ കാലമായുള്ള ഒരു ആവശ്യമാണെങ്കിൽ പോലും ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്ന് അതിനൊക്കെ ഏത് പദ്ധതി വന്നാലും അവകാശവാദമായിട്ട് ഒത്തിരി പേര് രംഗത്തുണ്ടാകും, അത് വേറെ വിഷയം. പക്ഷേ ഇതൊരു ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു വലിയ തീരദേശ റെയിൽവേ കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ കൂടി ഒരു പദയാത്ര നടത്തിയോ, അതെല്ലാം ആലപ്പുഴ മണ്ഡലങ്ങളായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തയാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് മുരളി ഒരിക്കൽ കുടവട്ടൂർ മുരളി സിനിമാ നടനെ പോലെ ഒരു മത്സര രംഗത്തേക്ക് LDF കൊണ്ടുവന്നെങ്കിലും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. സുധീരനെതിരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഒരിക്കൽ അദ്ദേഹം ഇടക്കാലത്ത് വീണ്ടും തിരിച്ച് നിയമസഭയിൽ പോയിട്ട് വീണ്ടും ആ മണ്ഡലം, ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കാൻ പിന്നെ AK ആന്റണി വീണ്ടും സുധീരനെ തന്നെ രംഗത്തിറക്കുകയും ചെയ്തു. അങ്ങനെ
പിന്നെ അദ്ദേഹം KPCC പ്രസിഡന്റായിരുന്ന സമയത്തും കുറേ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ ഈ കാലാതിവർത്തിയായ ഒരു മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞില്ല. ഈ ബാർ നിരോധിക്കുക അല്ലെങ്കിൽ ബാർ ഇല്ലാതാക്കുക അങ്ങനെയൊക്കെയുള്ള കുറേ ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ കാലത്തിനനുസരിച്ച് മാറേണ്ടതുണ്ട്. സാമ്പത്തികമായി കൂടി പാർട്ടി കുറച്ചുകൂടി ഗ്രോത്ത് ആയാൽ മാത്രമേ നിലനിൽപ്പ് സാധ്യമാവും. പ്രത്യേകിച്ച് ഇദ്ദേഹം ഒരു ആദർശത്തിന്റെ ആളായിട്ടാണ് കരുതപ്പെടുന്നത്. അല്ല, അത് പറഞ്ഞതുപോലെ ഈ അപ്ഡേഷൻ അനുസരിച്ച് മാറേണ്ടിയിരിക്കുന്നു. AK ആന്റണി ആണെങ്കിൽ ഇങ്ങനെ ഊതി വീർപ്പിച്ചൊരു ആദർശത്തിന്റെ ബിംബമായിട്ട് കോൺഗ്രസ് കൊണ്ടുവച്ചത് അത് സത്യത്തിന്റെ പിന്നിലുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയാണ്. പ്രാക്ടിക്കലി ഉമ്മൻചാണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് കാര്യം നടന്നത്. അദ്ദേഹം ഒരു ബിംബമായി വളർന്നത്. അത് വേറൊരു വിഷയം. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഈ VM സുധീരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങനെ ആരോഗ്യമന്ത്രിയായിരുന്ന അവസരത്തിലും സ്പീക്കറായിരുന്ന അവസരത്തിലും അദ്ദേഹം ഈ ഒത്തിരി തലവേദനകൾ സൃഷ്ടിച്ചിട്ടുണ്ട്, ഈ നേതൃത്വത്തിന് സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ആദർശത്തോടുള്ള ഒരുതരം ആഭിമുഖ്യം ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ വലിയ തലവേദന ഇല്ലാതെ സുധീരനെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് അന്ന്. കാരണം അദ്ദേഹം ബാർ നിരോധിച്ചപ്പോൾ ഉമ്മൻചാണ്ടി മറ്റു ചില തീരുമാനങ്ങൾ എടുത്തു. അപ്പോൾ അത്തരത്തിൽ അതിനെ ഒരു ഫ്ലെക്സിബിളായി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ ഇനി അങ്ങോട്ട് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ CPMന്റെ ഭരണം എടുത്ത് പരിശോധിച്ചാലും കേരളയിലടക്കം കൊണ്ടുവരുന്നത് സാമ്പത്തികമായി CPM നിലനിൽക്കുന്ന തന്നെ ഈ പറഞ്ഞത് കേരളത്തിൻ്റെ ഫണ്ട് കൊണ്ടാണ് ഇന്ത്യ മുഴുവൻ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അത്തരത്തിൽ കാലാതിവർത്തിയായുള്ള തീരുമാനങ്ങൾ അപ്ഡേഷൻസ് വരുത്തിയില്ലെങ്കിൽ ഈ ആദർശവും കൊണ്ടിരുന്നാൽ വിജയം തന്നെയല്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ഈ ആളുകൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിൽ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ VM സുധീരൻ ഇപ്പോൾ അദ്ദേഹം ഒരു യൂത്ത് KSU നേതാവായി വളർന്നു വന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാം, ഒരു ട്രെൻഡ് അറിയാമല്ലോ. ഈ ഒരു അവസരത്തിൽ എത്രത്തോളം ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ അദ്ദേഹം സ്വീകാര്യനാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനും ഒക്കെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ഇവരുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇവർ അന്ന് പറയുമായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആരും മാറുന്നില്ല, നിങ്ങൾ കടൽക്കിഴവന്മാർ മാറുന്നില്ല. പക്ഷെ ഇവരൊക്കെ വന്നപ്പോൾ ഇവരിപ്പോ മാറാത്ത അന്ന് പറഞ്ഞതൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു യൂത്ത് എന്ന ഒരു ബിംബത്തിലാണ്, യൂത്ത് എന്ന് പറയുന്ന ഒരു നറേഷനിലാണ് അവർ കൃത്യമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം പുതുതായി വരുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് ഇനിയും സമ്മതിച്ചു കൊടുക്കും എന്ന് തോന്നുന്നില്ല എന്നാണ് അതിനെ സംബന്ധിച്ച്. ഇവരൊക്കെ സമവായത്തിലാണ് പ്രതീക്ഷ. കാരണം ഈ പല ഭൈമീക കാമുകന്മാരുണ്ടായിരിക്കെ തങ്ങൾ ഈ ആദർശത്തിന്റെ പരിവേഷമൊക്കെ ഉള്ള ഒരു ആളെന്നുള്ള നിലയിൽ പരിഗണിക്കപ്പെടുമെന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചേക്കാം. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് VM സുധീരന് ആലപ്പുഴയിൽ നിന്നാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയും. ജയിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മറ്റു പലരും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്, മുല്ലപ്പള്ളി പോലും പ്രതീക്ഷിക്കുന്നുണ്ട് തിരിച്ചു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇവർ ഈ പറഞ്ഞതുപോലെ താങ്കൾ പറഞ്ഞത് തന്നെയാണ് അതിന് കൃത്യമായ വസ്തുത. ഇവരൊക്കെ ഈ യൂത്ത് എന്ന് പറയുന്ന ഒരു കാര്യം, R ശങ്കരനെ 67-ാം വയസ്സ് 60 വയസ്സ് കഴിയുന്നതിന് മുമ്പ് 58-ാം വയസ്സിലോ 59-ാം വയസ്സിലോ R ശങ്കരനെ മാറ്റിയിട്ടാണ് ചിറയൻകീഴിൽ വയലാറിൽ മത്സരിക്കുന്നത്. R ശങ്കർ സ്ഥാനാർത്ഥിയാകാൻ മോഹിച്ചിരുന്ന അദ്ദേഹത്തെ 58 വയസ്സ് വയസ്സനായെന്ന് പറഞ്ഞ് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ യുവജനങ്ങളുടെ ഒരു തള്ളിക്കയറ്റത്തിലൂടെ മാത്രം രക്ഷപ്പെടാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ ഈ പഴയ ആളുകൾ വന്നാൽ എത്രത്തോളം ഇവരുടെ ആഗ്രഹങ്ങൾ പൂവണിയുമെന്ന് അറിയത്തില്ല. ഏതായാലും ഇവരൊക്കെ കണക്കുകൂട്ടലിലാണ്, തീർച്ചയായിട്ടും കണക്കുകൂട്ടൽ എത്രത്തോളം ഫലപ്രാപ്തിയാകും എന്നത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇവരെ ഈ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇവരെല്ലാം കൂടെ തല്ലിക്കെടുത്താതിരുന്നാൽ അവർക്ക് കൊള്ളാം എന്ന് നമുക്ക് പറയാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.